ആരോഗ്യവകുപ്പും സർക്കാരും കൈവിട്ടതോടെ ജീവിതം വഴിമുട്ടിയെന്ന് കൊഴുപ്പുമാറ്റൽ ശസ്ത്രക്രിയയെ തുടർന്ന് കൈകാലുകളിലെ വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്ന നീതു 24-നോട് പറഞ്ഞു. കൈകാലുകളിലെ 11 വിരലുകൾ മുറിച്ചു മാറ്റി. ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ സർക്കാർ അന്വേഷണവും അട്ടിമറിക്കപ്പെട്ടെന്ന് നീതു 24-നോട് പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഗതികേടിന്റെ പെരുവഴിയിൽ നിൽക്കുകയാണ് തിരുവനന്തപുരം മുട്ടത്തറ സ്വദേശിനിയായ ഈ 31-കാരി. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുകയാണ്. ഏതു നിമിഷവും ജീവൻ പോലും നഷ്ടമായേക്കും. ഒരു വീട് വെക്കാൻ കരുതി വെച്ച മുഴുവൻ സമ്പാദ്യവും ചെലവാക്കി. ഇനിയും ലക്ഷങ്ങൾ ചെലവാക്കണം. ചെന്ന് കയറുന്നതും കാർഡിയാക് അറസ്റ്റിലോട്ടാണ് പോകുന്നത്. അതായത് ഡെത്താണ്. ഞാനത് 2 മിനിറ്റ് മുന്നേ വെച്ചാണ് എനിക്കത് വന്നിരുന്നെങ്കിൽ ഞാൻ ആ കാറിൽ വെച്ച് മരിച്ചു പോകുമായിരുന്നു. നീതുവിന്റെ നിസ്സഹായതയിൽ സർക്കാർ പൂർണ്ണമായും മുഖം തിരിച്ചു. ശസ്ത്രക്രിയ നടത്തിയ കോസ്മെറ്റിക് ക്ലിനിക്കിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടിന് പിന്നിൽ ഗൂഢാലോചനയെന്നും യുവതി. ഈ റിപ്പോർട്ട് കണ്ടിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ ഡോക്ടറിനെ എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്യും. എന്നാൽ ഇതിലൊരു തെറ്റുണ്ട്, പക്ഷെ ആ തെറ്റ് എവിടെയും ചൂണ്ടിക്കാണിക്കുന്നില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിച്ച് ആ ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തിരിക്കണം. കഴിഞ്ഞ ഫെബ്രുവരി 22-നാണ് നീതു കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ക്ലിനിക്കിൽ കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്നത്. ക്ലിനിക്കിന് ലൈസൻസ് ഇല്ലെന്നും പറഞ്ഞ ഡോക്ടറല്ല ശസ്ത്രക്രിയ നടത്തിയതെന്നും നീതു പിന്നീടാണ് അറിയുന്നത്. എനിക്ക് എന്താണ് അസുഖം എന്ന് മനസ്സിലാക്കാതെ വെറുതെ ഒരു 24 മണിക്കൂറോളം കൂടുതൽ എനിക്ക് ട്രീറ്റ്മെൻറ്റ് തരാതെ ഞാൻ അവിടെ തന്നെ കിടന്നു, ആശുപത്രിയിൽ തന്നെ കിടന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പെട്ടെന്ന് അവരെന്നെ അനന്തപുരിയിലോട്ട് ചെല്ലുന്നതും കാർഡിയാക് അറസ്റ്റാണ്. നീതുവിന് ഹെർണിയ ശസ്ത്രക്രിയ ഉടൻ നടത്തണം. എന്നാൽ നിലവിലെ ആരോഗ്യസ്ഥിതിയിൽ അതിന് കഴിയില്ല. നോർമൽ ഒരു പേഷ്യൻറ്റിന് ഹെർണിയ ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടുത്തെ ഈ സർജറി കാരണം അവിടുത്തെ അബ്ഡോമിനൽ വോൾ മൊത്തവും ഡിസ്ട്രക്റ്റായി എന്നാണ് പറയുന്നത്. അവിടെ മസിൽസ് ഒന്നുമില്ല. അപ്പോൾ നോർമൽ ചെയ്യുന്ന ഹെർണിയ പ്രൊസീജിയർ എനിക്ക് പറ്റത്തില്ല. അത് ആ ഒരു അതൊരു റിസ്ക് ഫാക്ടർ പോലെയാണ്. അത് ഹെർണിയ ഒരു കോംപ്ലിക്കേഷനായിട്ട് വരുമോ? സ്വകാര്യ മേഖലയിൽ ഉണ്ടായിരുന്നത് നല്ലൊരു ജോലിയായിരുന്നു. അതിനും പോകാൻ കഴിയാത്ത സ്ഥിതി. മാസങ്ങൾ കഴിഞ്ഞും സർക്കാരിൽ നിന്ന് നീതി ലഭിക്കാതായതോടെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നീതു. കോടതിയിൽ നിന്നും നീതി ലഭിക്കുമെന്നാണ് നീതുവിന്റെയും കുടുംബത്തിന്റെയും പ്രതീക്ഷ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.